മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഗംഗാവലി പുഴയിൽ അർജുന്റെ ട്രക്കിന്റെ ഭാഗങ്ങളും കയറും കണ്ടെത്തിയ ഇടങ്ങളിലാണ് പരിശോധന. നേവിയും ഈശ്വർ മാൽപ്പയുടെ സംഘവുമാണ് തെരച്ചിൽ നടത്തുന്നത്. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തിക്കും. വിവരങ്ങളുമായി AK അഭിലാഷ്, രഞ്ജിത്ത് മന്നിപ്പാടി, അർജുൻ കല്യാട്, ലിമേഷ് തുടങ്ങിയവർ നമുക്കൊപ്പം തത്സമയമുണ്ട്. ആദ്യം ഞാൻ AK അഭിലാഷിലേക്ക് പോകുന്നു. AK അഭിലാഷ്, വെരി ഗുഡ് മോർണിംഗ്. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. നമസ്കാര എന്നാണ് കർണാടകയിൽ സാധാരണ പറയാറ്. നമ്മൾ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ എല്ലാ മനുഷ്യരും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമസ്കാരം പറഞ്ഞാണ് തുടങ്ങുക. അതുകൊണ്ട് നമുക്ക് നമസ്കാരം പറഞ്ഞങ്ങ് തുടങ്ങാം. AK അഭിലാഷ്, വളരെ പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഷിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായും ഈശ്വർ മാൽപ്പെ കണ്ടിപ്പാ ലോറി ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ ആത്മവിശ്വാസം ചെറുതല്ല, അത് നൽകുന്ന പ്രതീക്ഷയും ചെറുതല്ല. വീണ്ടും പ്രതീക്ഷകൾക്ക് ജീവൻ വയ്ക്കുന്ന മറ്റൊരു ദിവസം കൂടിയാണ്. ഇന്നലത്തെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുമ്പോൾ അഭിലാഷ് ഇന്നലെ കാർവാറിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയി. അത് പ്രേക്ഷകർ കണ്ടു. കുറേയധികം പ്രേക്ഷകർ എന്നോട് മെസ്സേജൊക്കെ അയച്ചു ചോദിച്ചു, ഇത് നമ്മുടെ ലോറിയാണോ എന്നാണ് ചോദിച്ചത്. നമ്മുടെ ലോറിയല്ല, അത് കാർവാറിൽ നമ്മുടെ പാലം തകർന്നു വീണ ഒരു ലോറിയാണ് എന്ന് പ്രേക്ഷകരെയൊക്കെ നമ്മൾ അറിയിച്ചിരുന്നു. കൃത്യമായ ലൊക്കേഷൻ ബാൻഡും ഒക്കെ കൊടുത്തു. AK അഭിലാഷ്, ഇന്നലെ കാർവാറിൽ ആ ദൗത്യം നടത്തിയ സംഘം തന്നെ ആയിരിക്കുമോ ഈശ്വർ മാൽപ്പയോടൊപ്പം ഇന്നും തെരച്ചിലിനായിട്ട് എത്തുക? ഇന്നലെ SP എനിക്കൊരു മെസ്സേജ് അയച്ചത് അതേ സംഘത്തെ തന്നെ നമ്മൾ ഇവിടെ ഷിരൂരിൽ നിയോഗിക്കാനാണ് തീരുമാനിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈശ്വർ മാൽപ്പെ, അനീഷ്, ബിനു കൂടാതെ നേവിയുടെ ഡ്രൈവർമാർ എല്ലാവരും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പൂർണ്ണ സജ്ജമാകുമല്ലേ? ഡോക്ടർ അരുൺകുമാർ, നമസ്കാരം. ഏതായാലും ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന ഒറ്റ പേരിലേക്കാണ് ഷിരൂർ ദൗത്യം ചുരുങ്ങുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡ്രഡ്ജർ എത്തിച്ചാൽ മാത്രമേ ഇവിടെ കൂടുതൽ പരിശോധന സാധ്യമാകൂ എന്നാണ് വിദഗ്ധോപദേശം. എന്നാൽ ഈശ്വർ മാൽപ്പ പറയുന്നത് തനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ്. അതായത് ഈശ്വർ മാൽപ്പയിൽ നിന്ന് ഒരു മാജിക് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോണ്ടാക്ട് 1, കോണ്ടാക്ട് 2 അതിനിടയിലുള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം കയർ കണ്ടെത്തിയത്. അവിടെ നടത്തിയ കൂടുതൽ തെരച്ചിലിൽ അവിടെ കൂടുതൽ കയറിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോറി അപ്പാടെ പുഴയിലേക്ക് തട്ടിമറിച്ചിട്ടതിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ 2 പോയിന്റുകൾ, കയർ കിട്ടിയിരിക്കുന്ന 2 പോയിന്റുകൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും, തെരച്ചിലായിരിക്കും ഇന്ന് ആദ്യഘട്ടത്തിൽ നടത്തുക. നേരത്തെ SP സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ കാർവാറിൽ കാളി നദിയിൽ എങ്ങനെയാണോ ട്രക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് അതേ സംഘത്തെ ഇവിടേക്ക് ഇന്ന് നിയോഗിച്ചിട്ടുണ്ട്. അതേ സംഘം തന്നെ ഇന്ന് രാവിലെ ഇവിടെ എത്തും. അതേ രീതിയിൽ അവിടെ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനമായിരിക്കും ഇവിടെയും നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ മണ്ണിൽ പുതഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും ലോറി ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് എങ്ങനെ നീക്കം ചെയ്ത് ലോറിയെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്നാമത്തേത് അവിടെ എയർ പമ്പുകളും അതോടൊപ്പം തന്നെ വാട്ടർ പമ്പുകളും ഉപയോഗിച്ച് ആ ഭാഗത്ത് കൂടുതൽ ശക്തിയോടെ വെള്ളം ചീറ്റിയും വായു ചീറ്റിയും അവിടെയുള്ള ചളിമണ്ണ് പൂർണ്ണമായി മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഊർന്നു നിൽക്കുന്ന ആ മണ്ണ് ഒരു പക്ഷേ ഇത്തരത്തിൽ ശക്തമായ വെള്ളം ചീറ്റുമ്പോൾ അവിടെ നിന്ന് മാറി ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലോറി തെളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് മാത്രമാണ് ഏക വഴി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചിട്ട് ആദ്യം തന്നെ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് എയർ പമ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവിടെ ആദ്യഘട്ടത്തിൽ മണ്ണ് ഇളക്കി പരിശോധിക്കുക. ഏതാണ്ട് 4 കഷ്ണം എന്ന് പറയാൻ കഴിയില്ല, 4 കയറിൻ്റെ ഭാഗങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്. അതൊരു പക്ഷേ ലോറിയെ ചുറ്റി നിൽക്കുന്ന ഒരു സ്ഥിതിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ കയറിൽ പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ലോറിയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കപ്പെടും. ഏതായാലും ഗംഗാവാലി പുഴയിൽ ഒരു വലിയൊരു മാജിക് ഇന്ന് വലിയ പ്രതീക്ഷകളായിട്ട് കാത്തിരിക്കുകയാണ്.